വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ വിചാരിച്ചത് ആളിപ്പോൾ പറയുന്നു. പക്ഷെ ഓതിക്കൊണ്ടിരിക്കുമ്പം ഒരു ആയത്ത് എനിക്ക് വല്ലാണ്ട് ഫിക്കറാക്കി. ഏതായത്തെന്നറിയോ? വമൻ കഫറ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മൻ കഫറ ബിൽ ഈമാൻ, ആരാണ് ഷഹാദത്തിനെ പൊളിച്ചു കളയുന്നത്? കാസർഗോഡുകാർക്ക് ഇപ്പം ഈ ഭാഷയെ മനസ്സിലാവും. ഷഹാദത്ത് ബാത്തിലാവുന്ന കാര്യം. ആര് ഷഹാദത്തിനെ പൊളിച്ചു കളഞ്ഞുവോ ഫഖദ് ഹബിത അമലു, അവൻ്റെ അമലുകളെല്ലാം പൊളി. എന്താ ഷഹാദത്തിനെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെതിരായി ആര് ജീവിച്ചുവോ, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തിനെതിരായി ആര് ജീവിച്ചുവോ ഫഖദ് ഹബിത അമലു, അവൻ്റെ അമലുകൾ പൊളിഞ്ഞു. ഒന്നും എനിക്ക് ആവശ്യമില്ല. നമ്മളെ ഈ നിസ്കാരം, ഈ നോമ്പ്, ഈ സ്വതക്ക, ഇതെല്ലാം ഒരു ദിവസം നഷ്ടമായി എന്ന് നേർക്കുനേരെ പറയുന്നൊരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. അത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചെയ്യേണ്ടെല്ലാം നമ്മൾ ചെയ്തു. ഒരുപാട് നേരം നിന്ന് നിസ്കരിച്ചു, വിയർത്തു, വേദനിച്ചു, ആയിരങ്ങൾ സദഖ ചെയ്തു. ഈ കൂട്ടത്തിലുണ്ട് പലരും, നമുക്കറിയുന്ന ആൾക്കാർ. ഈ 10 ദിവസത്തിനുള്ളിൽ റമദാനിന്റെ ആയിരങ്ങൾ സദഖ ചെയ്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം കൂടി ഒരു ദിവസം കൂലി വാങ്ങാൻ വേണ്ടി പോയിട്ട് നിൽക്കുമ്പം കൂലിയില്ലാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ഫഖദ് ഹബിത അമലു, എല്ലാം പോയി. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ ആഖിറത്തിൽ നഷ്ടവാദികളുടെ കൂട്ടത്തിലായിരിക്കും. ദുനിയാവിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, തൗഹീദിനെതിരെ ശിർക്ക് ചെയ്ത് ജീവിച്ചു എന്നതിന്റെ പേരിൽ ദുനിയാവിൽ ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. ആഖിറത്തിന് നഷ്ടം മാത്രം, ഒരു വിജയം വരാൻ പോകുന്നില്ല. അള്ളാഹു ഇത് പറയുന്ന എവിടെയാണെന്നറിയാം? ഏതാ സൂറത്ത്? ഏതാ? നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ വരുന്നില്ല? മടുപ്പ്, ദേഷ്യം, ചവിട്ടാൻ തോന്നൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇമാമിന് ബാക്കിൽ നിന്ന് കൊടുത്താലോ നടക്കിടക്ക് ദേഷ്യം പിടിക്കുമ്പോൾ. ഇതെവിടെ വരുന്നത്? സൂറത്തുൻ നിസായിൽ. സൂറത്തുൻ നിസായിൽ എന്ത് പറഞ്ഞിട്ടാ ഇത് പറയുന്നതെന്നറിയോ? ഹുരിമത് അലൈക്കുമുൽ മൈത വദ്ദം വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم وما ذبح على النصب. ജാറങ്ങളിൽ അറുക്കപ്പെട്ട ഇറച്ചി തിന്നാൻ പാടില്ല. മോദിഞ്ഞ ഇത് വഹാബികൾ പറയുന്നല്ല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വമാ ദുബിഹ, നുസ്ബ് എന്ന് പറഞ്ഞാൽ ജാറങ്ങളിൽ, കബറുകളിൽ നാട്ടിവെക്കുന്ന അടയാള കുറ്റികൾ. ജാറം, കബർ. അതിനടുത്ത് നിന്ന് അതിന്റെ തൃപ്തിക്ക് വേണ്ടി അറുക്കപ്പെട്ട ഇറച്ചി നിങ്ങൾ തിന്നരുത്, ഹറാമാണ് എന്ന് പറഞ്ഞാൽ മൗലൂദിന്റെ, റാത്തീബിന്റെ, കുതുബിയ്യത്തിന്റെ തിന്നരുത്. ഇവിടെ ഈ തൗഹീദ് ഉണ്ട് എന്ന് പറയുന്നവന് ചിലപ്പോൾ ഡൗട്ടാണ്. അങ്ങനെ തിന്നാൽ എന്താ പ്രശ്നം? നമ്മൾ ഓതിയിട്ടൊന്നുമില്ലല്ലോ, നമ്മൾ ഓതുന്നില്ലല്ലോ. അല്ല, ഉച്ചക്കല്ലേ ബിരിയാണി, രാവിലെ അല്ലേ കുതുബിയ്യത്ത്. അപ്പൊ എന്താ ബന്ധം? അത് രാവിലെ, ഇത് ഉച്ചക്ക്. ആരോടെ ഈ ന്യായീകരിക്കുന്നു? അല്ലാഹു വളരെ വ്യക്തമായിട്ടാ പറയുന്നത്, ഹുരിമത് അലൈക്കും, നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ഹറാമ, അടുക്കാൻ പാടില്ല. ഖബറിന്റെ അടുത്ത് അറുക്കപ്പെട്ട ഇറച്ചി തിന്നാൽ, കുതുബിയത്തിന്റെ ഇറച്ചി, റാത്തീബിന്റെ ഇറച്ചി, മൗലൂദിന്റെ ഇറച്ചി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടതിന്റെ ഇറച്ചി നിങ്ങൾ തിന്നൽ നിങ്ങൾക്ക് ഹറാമാണ്. അങ്ങനെ തിന്നാൽ വമൻ കഫറ ബിൽ ഈമാൻ, ഷഹാദത്ത് പൊളിഞ്ഞിരിക്കുന്നു. ഫഖദ് ഹബിത അമലു, അവന്റെ അമലെല്ലാം ബാത്തിലായിരിക്കുന്നു. 2 കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടാ ഷഹാദത്തിനെ ബാത്തിലാക്കുന്നു? 2 നെയ്പ്പത്തിന് വേണ്ടിയിട്ടാ ഷഹാദത്തിനെ ബാത്തിലാക്കുന്നു? അത് ഹോട്ടലിൽ പോയാൽ പള്ളിക്കറി നെയ്പ്പത്തിന് ഇഷ്ടം പോലെ വാങ്ങി തിന്നൂടെ, ഹലാലായത്. നമുക്ക് തിരിയുന്നില്ല. ഇനി വേറൊരു കാര്യം പറയാം. ഈ സംശയമായിട്ട് നമുക്ക് മാറുന്നുമില്ല. അത് തിന്നാൻ പറ്റുമോ, ഇത് തിന്നാൻ പറ്റുമോ, അത് തിന്നാൻ ഷിർക്കാവോ, ഇത് തിന്നാൻ ഷിർക്കാവോ? ലാസ്റ്റ് ഒരു വാക്ക് ഞാൻ പറയാം. ഇനി എന്നോട് ഈ സംശയം നിങ്ങൾ ചോദിക്കരുത് ആരും. സാർ, ആ ഇറച്ചി തിന്നാൻ പറ്റുമോ, ഈ നെയ്ച്ചോറിന് തിന്നാൻ പറ്റുമോ, ആ ബിരിയാണിക്ക് പോകാൻ പറ്റുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിൻ, അനുവദിക്കപ്പെട്ട കാര്യം വ്യക്തമാണ്. വ ഇന്നൽ ഹറാമ ബയ്യിൻ, ഹറാമാക്കപ്പെട്ടതും വ്യക്തമാണ്.
വബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്ത്, അതിന്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയാസ്പദമായ കാര്യങ്ങൾ അതിൽ പെട്ടു. ഹലാലൊന്നും മനസ്സിലാകുന്നില്ല. ചില മുല്ലാമാര് പറയും ഹലാലാണ്, ചില ആൾക്കാർ പറയും ഹറാമാണ്. ആശയക്കുഴപ്പമായി, ആകെ വസ്വാസായി. എന്ത് ചെയ്യും? പോത്തർച്ചാളൊക്കെ നോക്കിയിട്ട് ചിരിക്കുന്നു, ദൈപ്പത്തിൽ നാവി വാറുന്നു. അപ്പുറത്തെ മൂത്താപ്പന്റെ പുറക്കാർ ആത്തീബ്, ഇപ്പുറത്തെ അമ്മായിന്റെ വീട്ടിലാക്കും തുബിയത്ത്, അവരിപ്പോ പണങ്ങാൻ പോകുന്നു. ഇവനാകെ ചൈത്താന്റെയും കടന്റെയും നടുക്കും. എന്ത് ചെയ്യും? വബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്ത് ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. അതിന്റെ ഒരു വിശേഷണം പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളിൽ അധിക ആളുകൾക്കും അതറിയില്ല. നല്ല ഇൽമുള്ളവർക്ക് അതിനെപ്പറ്റി നല്ലൊരു ഹുക്കം പറയാൻ പറ്റൂ. അവാമിന്നാസിന് ഹലാലാണോ ഹറാമാണോ ഒരു വ്യക്തതയും ഉണ്ടാവൂല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതിൽ എന്റെ പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമനിത്തഖ ശുബ്ഹാത്ത്, ആരാണോ ശുബ്ഹാത്തുകളെ ഒഴിവാക്കുന്നത്, ഫഖദ് അഹ്റസ, അവൻ സൂക്ഷിച്ചിരിക്കുന്നു ദീനഹു വഇർദഹു, അവന്റെ ദീനും അവന്റെ അഭിമാനവും. ഫമനിത്തഖ ശുബ്ഹാത്ത്, ആരെങ്കിലും അതിനെ ഒഴിവാക്കിയാൽ, സംശയാസ്പദമായ ഭക്ഷണം, എന്താ നിലപാട് നമ്മളെ? എനിക്ക് വേണ്ടത് ഖലാസ്. പിന്നെ അത് അങ്ങനെയാവോ, ഇത് ഇങ്ങനെയാവോ, അത് ഇങ്ങനെ പറഞ്ഞിട്ടേ, അത് അങ്ങനെ പറഞ്ഞിട്ടേ, അത് ഇങ്ങനെയല്ല തിന്നുന്നു, അങ്ങനെയല്ല തിന്നുന്നു, എന്ത് ന്യായം പറഞ്ഞാലും ഫമനിത്തഖ ശുബ്ഹാത്ത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവനവന്റെ ദീനും അവന്റെ ഇസ്സത്തും സംരക്ഷിച്ചിരിക്കും. വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, ഹറാമാണോ ഹലാലാണോ എന്ന് തിരിയാത്തത് ആരെങ്കിലും ചെയ്താൽ വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ പെട്ടിരിക്കുന്നു. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉദ്യമത്തിൽ ഇറച്ചിയും വാങ്ങരുത്, ഒരു മോദൂരിൻ്റെ തിന്നരുത്. എങ്ങനെയാപ്പ നാട്ടിലെല്ലാവരും മഹല്ല് ജമാഅത്ത് കമ്മിറ്റി എല്ലാം ഒരുമിച്ച് തരുന്ന ഒരു ഇറച്ചി നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ മാത്രം മാറി നിൽക്കൂലേ? അതൊക്കെ ഈ ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ പിന്നെയും 6-ാം നൂറ്റാണ്ടിൻ്റെ കഥ പറയുന്നത്, തിന്നോ, നമുക്കെന്തേ ഇറച്ചിയോ പത്തിലോ നെയ്ച്ചോറോ ബിരിയാണിയോ തിന്നോളി, പക്ഷെ ഫഖദ് ഹബിത അമലു, നിന്റെ അമൽ അല്ലാഹുവിന് ആവശ്യമില്ല. നിസ്കാരം ആവശ്യമില്ല, നോമ്പ് ആവശ്യമില്ല, നീ ചെല്ലുന്ന ദിക്റോ സലാത്തോ ദുആയോ ഈ പറഞ്ഞ ഒരു സംഗതി അല്ലാഹുവിന് ആവശ്യമില്ല. മാത്രമല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു. ആദ്യം മനോഹരമായ ഉദാഹരണം, കറാഇ യർആ ഹൗലൽ ഹിമ. അബ്ദുറഹ്മാൻ ചാക്കൊരു 10 ആടുണ്ട്, എനിക്കുണ്ട് 10 ആട്. നമുക്ക് രണ്ടാക്കും കൂടി, എനിക്കൊരു 1 ഏക്കർ സ്ഥലമുണ്ട്, മൂപ്പർക്ക് 1 ഏക്കർ സ്ഥലം അവിടെയുണ്ട്. എൻ്റെ ആ 10 ആട് എൻ്റെ 1 ഏക്കറിലാണ്, റഹ്മാൻ ചാര 10 ആട് റഹ്മാൻ ചാര 1 ഏക്കറിലാണ് മേയുന്നത്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ പണിക്കാരൻ എൻ്റെ 10 ആടിനെയും കൂടി ഇങ്ങനെ വന്ന് 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 റഹ്മാൻ ചാര ആ സ്ഥലത്തിൻ്റെ അടുത്തെത്തി. ഇവനൊന്ന് അശ്രദ്ധ കാണിച്ചാൽ ചിലപ്പോൾ എൻ്റെ ആടെന്ത് തിന്നാൻ ചാൻസ് ഉണ്ട്. റഹ്മാൻ ചാര വളപ്പ് കയറിയിട്ട് നിങ്ങളെ അനുവാദവും ഇല്ലാതെ തിന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താ ഏറ്റവും നല്ലത്? ഞാൻ എൻ്റെ പഠിക്കാനുള്ള പറയാ, ഇതാണ് എൻ്റെ ബൗണ്ടറി, അതിര്, പക്ഷെ ഇവിടം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻ്റെ ആടിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേപോലെ സൂക്ഷിച്ചോണം. ബൗണ്ടറിക്കടുത്ത് ആടുകളെ മേക്കുന്ന ആട്ടടിയനെ പോലെ. യൂഷിക്കു അയ്യ കാഫി, ഈ ആട് അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് തിന്നാനുള്ള ചാൻസ് ഉണ്ട്, അഥവാ ഹറാമാവാനുള്ള ചാൻസ് ഉണ്ട്. ഒഴിവാക്കിയാൽ ഇത് പ്രശ്നമുണ്ട്. മക്കൾ കരയുന്നെങ്കിൽ ഒഴിവാക്കിയിട്ട് ഹോട്ടലിൽ പോയിട്ട് നല്ല ഗോൾഡനിൽ പോയിട്ട് നല്ല ചിക്കനും എന്തായാലും പറയാം ഷവായും ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് സമാധാനിപ്പിച്ചോളി. എന്നാലും തിന്നാൻ നിൽക്കരുത്. ഫഖദ് ഹബിത അമലു, അമലു ബാത്തിലായി. ഭയങ്കര ഡേഞ്ചറായിട്ടാണ്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, എന്നല്ല ആഖിറത്തിൽ നിങ്ങൾ നഷ്ടവാളികളുടെ കൂട്ടത്തിലായിരിക്കും. എൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കണ്ട, എൻ്റെ നോട്ടവും പ്രതീക്ഷിക്കണ്ട, നിങ്ങളെ ഞാൻ സൈഡാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷഹാദത്ത് പുതുക്കിക്കൊണ്ടെന്ന് അതിനോടൊപ്പം വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതെങ്ങനെയാണ് പൂർത്തിയാക്കൽ? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെ അശ്രദ്ധ നമ്മളെ നശിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണം. ആണുങ്ങളുടെ വസ്ത്രത്തിൻ്റെ അളവ് എത്രയാണ്? നെരിയാണി വരെ
അത് നിയമം. പക്ഷെ അളവ് എത്രയെന്നറിയോ? ഇലാ അൻസാഫി സാഖൈൻ, ഇതാണ് ചാക്ക്, കണങ്കാല്, അതിൻ്റെ പകുതി വരെ. ഇതാണ് ആണുങ്ങളുടെ വസ്ത്രത്തിൻ്റെ ശരിക്കും ബർമുട. 3/4 ഇല്ലേ നമ്മളെ ഉറങ്ങുമ്പോഴത്തെ സാധനം, അതാണ് സുന്നത്തായ അളവ്. ശരിക്കുള്ള സുന്നത്ത് നിസ്ഫു സാഖ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ വസ്ത്രം ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് വരികയാണ്. ഇർഫാ സൗബക്, എടാ നിന്റെ കുപ്പായം പൊന്തിക്ക്. അയാൾ പൊന്തിച്ചു. അദ്ദേഹം പറഞ്ഞു ഇർഫാ, ഇനിയും പൊക്കി, പിന്നെയും പൊക്കി. ഇർഫാ, മൂന്നാമതും പൊക്കി. അയാൾ ചോദിച്ചു ഇലാ ഐൻ, ഇനി എളമ്പല പൊക്കണ്ട്? ഇലാ അൻസാഫി സാഖൈൻ, കണങ്കാലിന്റെ പകുതി വരെ പൊക്കാൻ. ഫഇൻ അബൈത, ഇനി അവിടം വരെ പാൻസും മുണ്ടും കന്തൂറൊക്കെ ഇടാൻ നിനക്കൊരു മടിയുണ്ടെങ്കിൽ ഫഇലൽ കഅബൈൻ, എവിടം വരെ? നെരിയാണി വരെ. വമാ അസ്ഫലഹു, നെരിയാണിക്ക് താഴെ പോയത് ഫിന്നാർ, ഫിന്നാർ, നരകത്തിലാണ്. എന്തേ ബോധമില്ലാത്തത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, നെരിയാണിക്ക് താഴെ വസ്ത്രം എടുത്താൽ നരകത്തിലാണ്. ഒരു ബോധമില്ല. നരകത്തിലാണെന്ന് മാത്രമല്ല, 4 അതിഭയങ്കരമായ താക്കീത്. എന്തെന്നറിയോ? ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ നോക്കൂല. മതി, 4 വേണ്ട, 5 മതി. ലാ യൻദുറു ഇലൈ, അള്ളാഹു അവന്റെ ഭാഗത്തേക്ക് തിരിയില്ല. ഓ വലിയ മല പോലത്തെ തെറ്റേതല്ല, പാൻസ് ഒന്നും നിറയാൻ നിന്റെ താഴെ വരെയായി, ശ്രദ്ധിച്ചില്ല. അത് ശ്രദ്ധിക്കുന്നോന്റെ പേരാണ് മുവഹിദ്, മുസ്ലിം, മുഅ്മിൻ. അത് ശ്രദ്ധിക്കണം. വേഷത്തിൽ ശ്രദ്ധ വേണം, സ്വഭാവത്തിൽ ശ്രദ്ധ വേണം, വർത്താനത്തിൽ ശ്രദ്ധ വേണം. അള്ളാഹു നോക്കൂല. വലാ യുസക്കീഹിം, അള്ളാഹു അവനെ സംസ്കരിക്കൂല, അള്ളാഹു അവനെ സ്വീകരിക്കൂല. അള്ളാഹു എന്താണോ ഒരു മുഅ്മിനായ അടിമക്ക് നാളെ ആഖിറത്തിൽ നൽകുക, അതൊന്നും ഇവനെ സംബന്ധിച്ചിടത്തോളം കിട്ടൂല. നാളെ ഖിയാമത്ത് തള്ളപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തള്ളപ്പെടും. തെറ്റെന്താ ചെയ്തത്? ഇതിലാണ് കിട്ടാതെ. പ്രിയപ്പെട്ടവരെ, ഒരു മുവഹിദിന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുകൂടാ. തൗഹീദ് ഇല്ലാത്തതും ചെയ്യും. കാരണം എന്താ പറയും? എന്താ കാരണം? ഓനെന്ത് ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ? എരുമ പേൻ്റിട്ടാൽ എങ്ങനെ ഉണ്ടാവും? എരുമയും പോത്തെല്ലാം പേൻ്റിട്ട് ഇങ്ങനെ വലിച്ചു വെച്ച് വരുമ്പോൾ പറയും, എരുമേ എടാ നരകത്ത് പോയി എരുമേ പേൻ്റ് പോക്കെന്ന് പറയോ? ഇല്ല. തൗഹീദ് ഇല്ലാത്തവരെ അള്ളാഹു വിളിച്ച് അങ്ങനെയാണ്. കമസലിൽ ഹിമാർ, കഴുത. കഴുതകൾക്ക് ഇത് ബാധകമല്ല. അള്ളാഹു ഹിദായത്ത് നസീബാക്കട്ടെ. പക്ഷെ മുവഹിദ് അത് വളരെ, നമ്മൾ മാത്രമല്ല, നമ്മളെ മക്കളും. ഇപ്പം മഗ്രിബിൽ നമ്മൾ വരുന്ന പിള്ളേരില്ലേ, ഞാൻ ഇന്നലെ ഒരുത്തനോട് പറഞ്ഞു, എടാ പാൻറ് പോക്ക്, നിസ്കാരം ബാത്തിലാവും. കാരണം നെരിയാണിക്ക് താഴെ വസ്ത്രം കൊടുത്ത് ഒരുത്തൻ നിസ്കരിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു, സൽ ഫഇന്നക ലം തുസല്ലി, നീ ഒന്നുകൂടെ നിസ്കരിക്കുന്നത്, നിസ്കാരം ശരിയായിട്ട. നെരിയാണിക്ക് താഴെ വസ്ത്രം പോയതാ പ്രശ്നം. എത്ര ആൾക്കാരുണ്ടങ്ങനെ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിച്ച റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുന്നതിൻ്റെ പേരാണ്. അതുകൊണ്ട് മക്കൾക്ക് പുതിയ പാൻറ് വാങ്ങി പെരുന്നാളിന് എന്താക്കണം? കട്ട് ചെയ്യണം. മക്കൾ കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ, മോനെ കട്ട് ചെയ്യേണ്ടി വരും. സെലഫുകളൊക്കെ എങ്ങനെയായിരിക്കും? മക്കളെ കൊല്ലണം എന്ന് പറഞ്ഞല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. സെലഫുകളൊക്കെ എങ്ങനെയായിരിക്കും? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഒരു മോൻ, കുറേ മക്കളുണ്ട്, ഒരു മോനോട് പള്ളിയിൽ സ്ത്രീകൾ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച വീട്ടിൽ. കാരണം ഉപ്പയും മക്കളൊക്കെ ആലിമീങ്ങളാണ്. അപ്പം ഇബ്നു ഉമർ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് വരാം. എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, പെണ്ണുങ്ങൾ തുറന്നോട്ടെ, താഴെ നിൽക്കണം. അപ്പൊ ഈ മോൻ പറഞ്ഞു, പക്ഷെ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഇന്ന് ഫിത്നയായി, ഫസാദായി. ഇബ്നു ഉമറിന്റെ മുഖാകെ മാറി. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോ നീ നിന്റെ അഭിപ്രായം പറയുന്നോ? ഇനി ഒരിക്കലും നീയുമായിട്ടൊരു ബന്ധമില്ല, നിന്നൊരു വർത്താനം വരാൻ വരില്ല. വഫാത്താകുന്നവരെ ആ മോനോട് പിന്നെ സംസാരിച്ചില്ല. ഈ ഒറ്റ വാക്കിൽ, അള്ളാഹു റസൂലിന്റെ വാക്കിനെതിര് ഈ മോൻ ചെയ്യൂല. ഇബ്നു ഉമറിന്റെ മോന്, ഉമർ ഫാറൂഖിന്റെ പേരക്കുട്ടി ചെയ്യൂല. പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ എന്ന് അഭിപ്രായം പറഞ്ഞു നോക്കിയതാ. മരിക്കുന്നവരെ മുണ്ടിയില്ല. അതിൻ്റെ അടുക്ക നമ്മളെ മക്കൾ ഈ പക്ക ഹറാമില് താഴ്ത്താക്കി ജീൻസ് പാൻറ് ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നത് കട്ട് ചെയ്യണം. പെൺമക്കളെ വസ്ത്രത്തിൻ്റെ അളവ് എത്രയാ? നല്ല ലെഗിൻസ് ഇങ്ങനെ ഇവിടം വരെല്ലാം കയറ്റി, ആ വെളുത്ത കാലെല്ലാം കാണിച്ച്
ഒരു ടൈറ്റ് ടീഷർട്ടും കൂടി ഇട്ടിട്ട് കൈയും പിടിച്ചിട്ട് ഉപ്പ മാർക്കറ്റിൽ കൂടെ മോക്ക് 18 എല്ലാവരും നോക്കിക്കോ, കം ടു ഹോം, കം ടു ദുബൈ എന്ന് പറയും പോലെ വീട്ടിലേക്ക് ഒരു വിവാഹാലോചന. ഇന്ന് നടക്കുന്ന സംഗതി ഞാൻ പറയുന്നു. കല്യാണ സദസ്സുകളിൽ പെൺമക്കളെ ചമയിച്ചു കൊണ്ടുപോകുന്ന വൃത്തികെട്ട നെറികെട്ട ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. കാണിച്ചു കൊടുക്കാൻ നല്ല ചെക്കന്മാര് കണ്ടിഷ്ടപ്പെട്ടിട്ട് വരാൻ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പെൺമക്കളെ കൂട്ടിക്കൊടുക്കുന്ന ഉമ്മമാര്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഉപ്പയാവണം, ഉമ്മയാവണം. കുറച്ച് സഹിക്കേണ്ടി വരും, പുള്ളറെ കരച്ചിൽ കുറച്ച് കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, 7ാമത്തെ വയസ്സിൽ തുടങ്ങണം. അപ്പോൾ ആത്മഹത്യ ചെയ്യൂല. ഒരു കാര്യം പറഞ്ഞാൽ ഇത് 7ാമത്തെ വയസ്സിൽ മ്യൂസിക് കേൾപ്പിച്ചിട്ടാണ് തുടങ്ങിയത്. ചിന്മയ വിദ്യാലയത്തിലാണ് കൊണ്ടാക്കുന്നത്. ദൈവമേ സച്ചിദാനന്ദ തുടങ്ങുന്ന 3ാമത്തെ വയസ്സിൽ. ഈ മോനോട് 15 വയസ്സിൽ ദീൻ പറഞ്ഞാൽ ഓൻ പിറ്റേന്ന് പോയിട്ട് തൂങ്ങും. തൂങ്ങിയിട്ടില്ലെങ്കിൽ ഇതിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബിൽ ഈമാൻ, അള്ളാഹു കൊടുത്ത ഷഹാദത്ത് ബാത്തിലായ ഫഖദ് ഹബിത അമൽ. വളരെ ശ്രദ്ധിക്കണം. നമ്മളായാലും നമ്മളെ മക്കളായാലും പെൺമക്കൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കരുത്. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. കാരണം ആഖിറം നഷ്ടം. ഇവിടെ ഒരു പ്രശ്നം നമ്മുടെ ഉപ്പ എപ്പോഴും പറയുന്നത്, ദുനിയാവിനെ അള്ളാഹു ആദർശവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. ദുനിയാവ് അള്ളാഹു എല്ലാവർക്കും യഥേഷ്ടം കൊടുക്കും. ഇവന് ഈമാനുണ്ട്, ഇവന് തഖ്വയുണ്ട്, കുറച്ച് കൂടുതൽ കൊടുക്കാം, ഇവന് കള്ളനാണ്, ഒന്നും കൊടുക്കണ്ട, ഇതൊന്നും ദുനിയാവിലുള്ള ആഖിറം ആദർശം നോക്കിയിട്ട് മാത്രമേ പരിഗണിക്കൂ. അവിടെ വളരെ കണിശമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പോരായ്മകളൊന്നും ഇല്ലാതെ നമ്മളെ സംരക്ഷിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ 10 ദിവസം ഫുള്ള് കഴിഞ്ഞു. കണ്ണെടുത്ത് ഓർക്കുമ്പോൾ 10 പോയി. ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്തവർ ചെയ്തു, നഷ്ടപ്പെടുത്തിയവർ തീരാത്ത നഷ്ടമുണ്ടാക്കി വെച്ചു. ഇനി ഒരു 19 ദിവസം അല്ലെങ്കിൽ 20 ദിവസം അധികവും പള്ളിയിലേക്ക് വരാൻ ശ്രമിക്കും. ലുസൂമുൽ മസാജിദ്, ഫ്രീ ടൈം കിട്ടുമ്പോൾ പള്ളിയിലേക്ക് വരും. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും, ദുആ ചെയ്യൻ. ദുആയിൽ ഇസ്തിജാബത്തുള്ള മാസാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കും. കുറച്ചൊന്നടുക്കും. അനീബു ഇലാ റബ്ബിക്കും, ഒന്നടുക്കും. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫുദൈൽ ഇബ്നു ഇയാദ് ഏത് നാട്ടുകാരനാ? മക്കയിലെ പ്രഗത്ഭനായ ആബിദാണ്, വലിയാണ്. പക്ഷെ ആരായിരുന്നു അറിയോ? കാട്ടുകള്ളൻ, കൊള്ളക്കാരൻ. ഫുദൈൽ ഇബ്നു ഇയാദ് താമസിക്കുന്ന ഏരിയയിലൂടെ ഒരു കച്ചവട സംഘം പോയി എന്നറിഞ്ഞാൽ നാളെ രാവിലെ പേപ്പറിൽ നോക്കിയാൽ മതി, കൊള്ളടിക്കപ്പെട്ടിട്ടുണ്ടാവും. അത്ര വലിയ കള്ളക്കാരൻ. കച്ചവട സംഘങ്ങൾ പരസ്പരം ചോദിക്കും, ഫുദൈൽ ഉണ്ടാവുമോ? പിന്നെ ആ വൈക്ക് പോവില്ല. അത്ര വലിയ കള്ളൻ. ഒരു ദിവസം ഒരു വീട്ടില് സ്കെച്ചിട്ടു കയറാൻ. വൈകുന്നേരം വീട്ടിലെല്ലാം നോക്കിയിട്ടു. വാതിലാക്ക് കയറി. കക്കാനുള്ള പ്ലാനിൽ തന്നെ കയറിയത്. കയറി വന്ന് വീണത് ഗൃഹനാഥൻ തഹജ്ജുദ് നിസ്കാരത്തിലാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടുകാരൻ തഹജ്ജുദ് നിസ്കരിക്കാണ്. അയാളിങ്ങനെ ഓതുകയാണ് സൂറത്തു സുമറില്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അലം യഅ്നി ലില്ലദീന ആമനൂ, അല്ലാഹുവിനെ വിശ്വസിച്ചവർക്ക് ഇനിയും നേരമായില്ലേ, ഇനിയും സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഹൃദയം കൊണ്ട് അല്ലാഹുവിലേക്ക് നടക്കാൻ, ഖുശൂഅോടെ ജീവിക്കാൻ ഇനി എപ്പോഴാ? നേരായില്ലേ? ഇതാണ് ഈ മൂപ്പര് കേറി ഭൂമി തന്നെ കേൾക്കുന്നത്. നേരെ തറച്ചു കൽബിൽ ഉറക്ക പറഞ്ഞു, ബലാ ബലാ, നേരമായി പറഞ്ഞുപോയി. മുതലാളിപ്പെട്ട നിസ്കാരം തീർത്ത് നോക്കുമ്പോ കാട്ടുകള്ളക്കാരൻ പുരക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കൽബിൽ ഈ ആയത്ത് കയറിപ്പോയി. ഇനി ആയില്ലേ? ആയ റബ്ബേ. വീട്ടിൽ നിന്നിറങ്ങി കുതിരയെടുത്തു, സാധനം കെട്ടി നേരെ മക്കത്തേക്ക്, മസ്ജിദുൽ ഹറാമിൽ. വഫാത്താകുന്നത് വരെ മസ്ജിദുൽ ഹറാം വിട്ട് അങ്ങോട്ടും പോയില്ല. മരിക്കുമ്പോഴേക്കും ലോകമറിയപ്പെടുന്ന സലഫുസ് സാലിഹുകളിൽ പ്രധാനപ്പെട്ട പേരവിടെ കുറിക്കപ്പെട്ടു. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. അള്ളാഹു ഇതാണ്, വരാൻ തീരുമാനിച്ചാൽ കൂട്ടിയിട്ട് പോകും. ഇതാ റബ്ബിന്റെ രീതി. എത്ര കൃത്യം കൊണ്ടനാണെങ്കിലും ഇൻ അതാനി യംശി, നടന്നു വരാൻ തയ്യാറുണ്ടോ? അതൈതുഹു ഹർവല, ഓടി വന്നിട്ട് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുണ്ട്. റമദാനിൽ പ്രിയപ്പെട്ടവരെ, ഇത് എന്നോടൊരു 1000 പ്രാവശ്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു കേട്ടോ. നോമ്പ് കഴിയുമ്പോഴേക്കും അള്ളാഹുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കണം.
നല്ലൊരു കണക്ഷൻ. അതായത് പാതിരാക്കെല്ലാം എഴുന്നേറ്റ് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു കുളിർമ കിട്ടുന്ന കണക്ഷൻ. എന്തെങ്കിലും ഒരു വിഷയം വന്നു, കൈ കൈ താക്കുമ്പോഴേക്കും ഫോൺ വരണം, സംഭവം ശരിയായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കണക്ഷൻ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.